പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തൂക്കുചട്ടിയിലുള്ള കുറച്ച് ചെടികളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യുക കേട്ടോ. നമ്മളിത് ഈ തൂക്കുചട്ടികളൊക്കെ ചെയ്തിട്ടുള്ളത് സാധാ തൂക്കുചട്ടി തന്നെയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ. അതിനുള്ള കയറും ഈ ചട്ടിയും കയറും കൂടി 20 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചട്ടിയും കയറും 30 രൂപയാണെന്നാണ് തോന്നുന്നത്. ഇത്ര കിട്ടണില്ല, 20 30 ചട്ടിക്ക് 30 കയറിന് 10 അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. കുറച്ചായി വാങ്ങിയിട്ട്, അതാണ് അറിയാത്തത്. പിന്നെ അത് നമ്മളിങ്ങനെ ഒരു ഹുക്കുമ്മ ഒരു കമ്പി കെട്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ എല്ലാ ഹുക്കുമ്മലും ഒരു ചെറിയ കയറാണിത്. കയറിൻ്റെ കാലാവധി നമ്മൾ നോക്കേണ്ടി വരും കേട്ടോ. അറ്റ് വീഴാൻ തുടങ്ങുമ്പോൾ നമ്മളിത് കയറ് മാറ്റി കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് ഇതൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് വളരുന്നൊരു തൂക്കുചട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ചെടികളാണ് കേട്ടോ. ഇത് നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട്. ഇത് ഇനി കുറച്ച് കഴിഞ്ഞാൽ അതൊരു പൂവിൻ്റെ ഒരു ബോളായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഈ ചട്ടിയൊന്നും നമുക്ക് കാണാത്ത വിധത്തിൽ അത് ഉണ്ടാവും. പിന്നെ ഇത് ബിഗോണിയാണ് കേട്ടോ. ബിഗോണിയ നമുക്ക് ഈ ഇല കാണാനൊരു അങ്ങനെ ഒരു ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇത് ഒന്നായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത് ഒന്നായിട്ട് നീണ്ടു വളരും. പിന്നെ അത് ലക്കി പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഇല പച്ച കളറും വെള്ളയും കൂടിയാണ് കേട്ടോ. ഇത് പെട്ടെന്നുണ്ടാവും. നമുക്കിത് ഇങ്ങനെ തൂങ്ങി ഇവിടെ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഓറഞ്ച് വലുപ്പത്തിലുള്ളാക്കിയാലും നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാം കേട്ടോ. അത് ചെറിയ കട്ടിങ് വെച്ചാൽ മതി, പെട്ടെന്ന് വലുതാണ്. ഇത് നമുക്കൊരു പുതിയൊരു ഇത് വന്നതാണ് കേട്ടോ. ഇത് മഞ്ഞ കളർ, ഇതിൻ്റെ പല കളറും ഉണ്ട്, പക്ഷെ നമുക്ക് മഞ്ഞ ആദ്യമായിട്ടാണ് കിട്ടിയത്. ഇത് നടാൻ ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നട്ടാൽ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന്മേൽ ചെറിയ കായകളുണ്ട് കേട്ടോ. ഈ ഇതുണ്ടല്ലേ, ഈ ഇങ്ങനത്തെ കായകളൊക്കെ അത് നമുക്ക് വേണമെങ്കിൽ ചട്ടികളിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ വിത്തുകളാണ് കേട്ടോ. നമ്മൾ ചെറിയ വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു അത്രയും ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അത്ര ചെറിയ വിത്തുകളാണ്, അത് മുളക്കും. അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണിത് കേട്ടോ. പെട്ടെന്ന് വളരും. നമുക്ക് വിത്ത് ഉണ്ടാക്കുന്നതിൽ നല്ലത് ഇതിൻ്റെ ഈ കട്ടിങ്സ് ഇങ്ങനെ ഇതാക്കുക നല്ലത്. വിത്ത് ഉണ്ടായാൽ ചിലപ്പോൾ നമുക്ക് വേറെ കളറ് കിട്ടാനും സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ വിത്ത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഇത് പത്തണിമുല്ല അല്ല കേട്ടോ. ഇതിങ്ങനെ എല്ലാം വളർന്ന് ഇങ്ങനെ തൂങ്ങി ഉണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ. ഇത് നല്ല പച്ച കളറായിട്ടുണ്ട്. ഇത് ഈ കുറച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയും താഴേക്ക് ഇങ്ങനെ നമുക്ക് ചട്ടി കാണാത്ത അത്ര വലുതാവും കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. ഇനി ഇടയ്ക്കൊക്കെ ഇതിന് ഓരോരോ കേട് വരുന്നുണ്ട് ഈ ഇലക്ക്. എന്താണെന്നാവും. നമ്മൾ പുറത്ത് ഉണ്ടാക്കിയത് അതിന് കുഴപ്പമൊന്നുമില്ല. ഈ തൂക്കിയാട്ടിയിലുള്ള ഇപ്പം ഇങ്ങനെ ഓരോരോ കേടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു നീല കളർ, ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. ഇതിൽ വേറൊരു അവിടെ കാണിച്ച അങ്ങനത്തെ ഒരു ചെടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പത്തണിമുല്ലല്ല എന്ന് പറഞ്ഞില്ല, അതാണ് കേട്ടത്. ഇത് ബിഗോണിയാണ്. ബിഗോണിയ ഇത് നമുക്ക് നല്ല ഇത് തൂർന്ന് ഇല ഉണ്ടാവട്ടത്. നമുക്ക് ഇതിൻ്റെ കമ്പുകൾ ആണെങ്കിൽ നട്ടുണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇല നട്ടാലും ഉണ്ടാകും. ഇല നട്ടൊക്കെ തയ്യാണെങ്കിൽ കാലങ്ങൾ പിടിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ പീസുകൾ നടാവും നല്ലത്. ഇത് പിന്നെ ഗ്രാസ്, നമ്മൾ നിലത്തൊക്കെ നടുന്ന ഗ്രാസ്. ഇതിന് തൂക്കിയട്ടിയിൽ അങ്ങനെ കാണില്ല. നമ്മളൊന്ന് ഇപ്പോൾ സാമ്പിൾ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിനെപ്പോഴും ഒരു കേട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ ഈ തണ്ടുകൾ ഇങ്ങനെ മുറിഞ്ഞു പോവുക. ഒരു കേടാണ് അതിന് വരുന്നത്. നമ്മൾ പല മരുന്നൊക്കെ പ്രയോഗിച്ചിട്ട് അത് ആ കേട് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ സൈഡ് കൊണ്ട് ഉണങ്ങുക, ഒരു നടുകൊണ്ട് ഉണങ്ങാണ്ട് എന്നിട്ട് അതിൻ്റെ മുറിഞ്ഞാണ് ചാടുക. അത് ചിലപ്പോൾ അത് ഒരു അത്യുൽപാദനം, ഇത് വേറെ തൈ ഉണ്ടാകാനുള്ളൊരു ചെടീൻ്റെ ഒരു ട്രിക്കാണോ എന്ന് തോന്നുന്നുണ്ട്. ഇനി ഇവിടെ ഉണങ്ങും, അവിടെ കൊഴിഞ്ഞ് ചാടും. അത്
അതുപോലെ തന്നെ ഇത് നമ്മൾ പിന്നെ സ്പൈഡർ പ്ലാന്റിൻ്റെ അരി തൈ ഇതിമെന്നാണ് ഉണ്ടാവുക കേട്ടോ. അപ്പുറത്ത് നമ്മളെ വീട്ടിൽ വേറെ ചെടികളുണ്ടല്ലോ, അതിൻ്റെ പിന്നെ ഇങ്ങനെ വലിയ തൈകളായിട്ടുണ്ട്. ഇത് നമ്മൾ ചട്ടിയിലൊന്ന് പരീക്ഷിച്ചാണ്. ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ വെക്കുമ്പോൾ അവർ കാണാൻ ഭംഗി ഉണ്ടാവുന്നില്ല. നമ്മൾ അപ്പുറത്ത് മഞ്ഞ പിന്നെ ചെടി കണ്ടില്ലേ, അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ. ഇത് റെഡ് കളറാണ്. പിന്നെ ഇത് ലക്കി പ്ലാന്റ് അല്ല കേട്ടോ, അതുപോലെ തന്നെ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ നല്ല കട്ടിയുള്ള ഇല കേട്ടോ. നമ്മൾ ആനച്ചെവി പറഞ്ഞതിൻ്റെ അതിലേറെ കട്ടിയുണ്ട് ഈ ഇലക്ക്. ഏകദേശം 1 സെൻറ്റിമീറ്റർ കട്ടി ഈ ഒരു ഇലക്കുണ്ട് കേട്ടോ. നല്ല വെയിറ്റുള്ളൊരു ചെടിയാണിത്. നമ്മൾ നല്ല കയറൊക്കെ കൊടുത്ത് ഉണ്ടാക്കിയില്ലെങ്കിൽ അറ്റ് കേട്ടോ. പിന്നെ ഇത് ലക്കി പ്ലാന്റ്. ഇതിൽ വെള്ളയും പച്ചയുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഇപ്പോൾ ഉണ്ടായി വരുന്ന വെറും പച്ചയായിട്ട്. ഇനി അത് കളറ് മാറുമോയെന്നൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിത് വല്ലാതെ തൂങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഇതിലൊന്ന് ചുറ്റി ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. അല്ലാതാണ്ട് നിലത്ത് തട്ടാതാകുമ്പോൾ പിന്നെ അതിൽ വേറെ ഇതുണ്ടാകും. പിന്നെ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇതിൻ്റെ പേര് നമുക്ക് പിന്നെ എന്താ, ഇതിങ്ങനെ പ്രത്യേകിച്ചൊരു ഭംഗിയൊന്നുമില്ല. ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ അതേമാതിരി ഇത് പിന്നെ സ്പൈഡർ പ്ലാന്റാണ് കേട്ടോ. ഇത് നമ്മൾ ഈ സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ പൂവുണ്ടാവും കേട്ടോ. ഒരു നല്ല പൂവുണ്ടായിട്ട് അതിന്മേൽ കായകളുണ്ടാവും. അത് പൊട്ടിത്തെറിച്ച നിലത്തൊക്കെ അതിൻ്റെ തൈകൾ ഉണ്ടാകലുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ തൈകൾ ഉണ്ടാകുമ്പോൾ നമുക്കത് പറിച്ച് നടാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചെടിയാണ്. പിന്നെ ഇത് എവിടെ ഇട്ടാലും ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയണ കാര്യമാണ്. നമുക്ക് വേണ്ടിയില്ല. ഇതിപ്പോൾ മേലൊക്കെ നമുക്കിങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒരു നല്ലൊരു പിന്നെ ഒരു ഉണ്ട നമ്മൾ പല ഷേപ്പിലും ആണെങ്കിൽ നമുക്ക് ഇത് ആക്കിയെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് മുറിഞ്ഞു പോണൊരു തണ്ടാണ് ഇതിനുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ പിന്നെ ഈ ഭാഗത്ത് നമ്മൾക്ക് ഇങ്ങനെ കയറ്റി മുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ രൂപത്തിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചാൽ പിന്നെ അവിടുന്ന് അത് വേണമെങ്കിൽ ഉണ്ടായിക്കോളും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മഞ്ഞപ്പൂവ് ചുവപ്പ് പൂവൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിമേ റോസ് കളറാണ് ഇതിമത്തെ പൂവ് കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ ചെറിയ തണ്ടുകൾ പിന്നെ ഇതാക്കി നമ്മൾ നട്ടു കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുള്ളൊരു ദൂരത്ത് നിന്ന് കാണുമ്പോൾ നമുക്കൊരു നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ലക്കി പാമ്പ് ഈ സ്പൈഡർ പ്ലാന്റ് അല്ല, അതെന്താ ഇത് മറന്ന്, പിന്നെ ബട്ടർഫ്ലൈ ഇത് കണ്ടില്ലേ, ബട്ടർഫ്ലൈ കേട്ടോ. അതിൻ്റെ പൂവാണിത്. ഇതിമെന്നാണ് കായ ഉണ്ടായിട്ട് പൊട്ടിത്തെറിച്ചൊക്കെ നമുക്ക് പിന്നെ വേറെയും ധാരാളം തൈകൾ കിട്ടുന്നത് ഈ പിന്നെ ബട്ടർഫ്ലൈൻ്റെ പ്ലാന്റ് പെട്ടെന്ന് ഉണ്ടാവണതാണ് കേട്ടോ. പിന്നെ ഇത് പിന്നെ ലക്കി പാമ്പു അപ്പുറത്തുള്ളതിൻ്റെ അത് ഏകദേശം ഒരു കളറാണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ വേറൊരു സൈസാണ് കേട്ടോ. ഇതിന് ഇപ്പോൾ നമ്മൾ പിന്നെ എടുത്ത് കാണിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പിന്നെ വ്യത്യാസം നമുക്ക് മനസ്സിലാകും കേട്ടോ. ഇതുണ്ടല്ലേ, ഇത് ഇങ്ങനത്തെ ഈ കളറും അതുപോലെ തന്നെ ഇത് വേറെ അങ്ങനത്തെ ആ വെള്ള ഡിസൈന് കുറവുള്ള ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അപ്പുറത്ത് കാണിച്ചില്ല, അതിൻ്റെ വേറൊരു കളറ് ആണ്, വെറും ചുവപ്പല്ല കേട്ടോ. ഇതിന് പിന്നെ കുറഞ്ഞൊരു പിന്നെ ഒരു റോസ് കലർന്നൊരു ചുവപ്പ് കളറാണിത്. ഇത് കണ്ടില്ല, ഇതിന്മേൽ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഒരു കൊലയായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ തൂങ്ങി ഇതുണ്ടാവും. ഇതിന് പ്രത്യേക ഒരു ഭംഗി എന്ന് പറയാനൊന്നുമില്ല. ഇങ്ങനെ ഒരു ഭംഗി, ഇങ്ങനെ എല്ലാം തൂങ്ങി ഉണ്ടാകുന്നുള്ള ഒരു ഇതുള്ളൂ. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഇതിനൊരു ചെറിയൊരു ചൊറിച്ചിലുണ്ടോ എന്നൊരു സംശയം ഇങ്ങനെ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാവുമെന്നാവും, അല്ലാതെ അതിന്മേൽ തൊടാൻ പോകലില്ല ഞാൻ. ഇന്നത്തെ സ്പൈഡർ പ്ലാന്റ് കേട്ടോ. സ്പൈഡർ പ്ലാന്റ് അപ്പുറത്തുകൊണ്ട് അതിനൊരു കേടുണ്ടായിരുന്നില്ലേ. ഇതാണ് ഇങ്ങനെയാണ്. നമുക്കിത് പറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഇത് കണ്ടില്ലേ, ഇതെല്ലാ വീടുകളിലും ഇപ്പോൾ സുലഭമാണ് കേട്ടത്. അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഈ മാസമാറിൻ്റെ വേറെ ഒരു രൂപമാണിത് കേട്ടോ. നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഈ പിന്നെ കമ്പി കൊടുത്തിട്ട് അതിന്മേൽ ഹുക്ക് ചെയ്തതാണ് കേട്ടോ. ഹുക്ക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഫുള്ള് നമ്മൾ ഈ പിന്നെ തൂക്കുചട്ടീൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒരു ചെടികൾ പിന്നെ ഇന്ന് കാണിക്കണില്ല. നമ്മൾ വെറും തൂക്കുചട്ടിത്തെ
ചെടികളെ വിശേഷം മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം തരാനുണ്ടെങ്കിലോ അഭിപ്രായങ്ങളുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നമുക്ക് ഈ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലാണല്ലോ ഒരു കൃഷിൻ്റെ ഒരു വിജയത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളെന്തെങ്കിലും ചെടികൾ വളരാനോ പൂവിടാനോ എന്തെങ്കിലും ട്രിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ അറിവ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നതാണ്. ഈ തൂക്കിച്ചട്ടി പറഞ്ഞാൽ നമ്മൾ എന്നും നനക്കണം കേട്ടോ. നമ്മൾ ഇത് ഒഴിവാക്കാൻ തന്നെ പാടില്ല. ഒരു ദിവസം നനച്ചില്ലെങ്കിൽ അത് ആ ചെടിയെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഓരോ ചെടിയും ഈ തൂക്കിച്ചട്ടി പറഞ്ഞാൽ അതിന് വല്ലാതെ വെള്ളം സ്റ്റോർ ചെയ്യാനും പറ്റില്ല, മണ്ണൊക്കെ കുറഞ്ഞൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി നനയ്ക്കണത് അതൊരു നല്ലതായി. കാരണം ഒരു ദിവസം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ചെടിയിൽ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വല്ലാതെ ഞാൻ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പറയണം കേട്ടോ, ഇങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.